യെസ്, ലോറി ഉടമ മനാഫിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇപ്പോൾ കണ്ടെത്തിയ ലോഹഭാഗം അത് അർജുൻ ഓടിച്ച ലോറിയുടേതാണ് എന്നിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ പല വാഹനങ്ങളുടെയും ലോഹഭാഗങ്ങളും മറ്റു ഉപകരണങ്ങളും പാർട്സും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടെത്തിയത് അർജുൻ ഓടിച്ച ലോറിയുടേതാണ് എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് ലോറി ഉടമ മനാഫ് പ്രതികരിച്ചത്. കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസമായി പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മൽപേ സംഘത്തിലെ മുങ്ങൽ വിദഗ്ധ സംഘമടക്കം തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റേതെന്ന് കരുതുന്ന ലോഹഭാഗമാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കരയ്ക്കേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഷഫീഖ് നെസറുള്ള നൽകും. ഷഫീഖ, ലോഹഭാഗം സ്വന്തം ലോറിയുടേതാണ് എന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണോ ലോറി ഉടമ മനാഫ് പറഞ്ഞത്? വിവിധ ലോഹഭാഗങ്ങളാണ് ലഭിക്കുന്നത്. ഈ ലോഹഭാഗങ്ങളൊന്നും തന്നെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇന്ന് ചില മരങ്ങളും ഒക്കെ ഇവിടെ നിന്ന് വലിച്ചു കയറ്റിയിരുന്നു. അതിനൊപ്പം ചില കയർ കഷ്ണങ്ങളൊക്കെ മുകളിലേക്ക് കൊണ്ടുവന്നു. അത് മനാഫിന്റെ ലോറിയുടേതാണ്. ആ കയർ തടിക്കഷ്ണങ്ങൾ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചതായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനോടൊപ്പം ഇന്ന് ലഭിച്ച ലോഹഭാഗങ്ങളൊന്നും തന്നെ മനാഫിന്റെ ലോറിയുടെ ലോഹഭാഗങ്ങളല്ല, അത് മറ്റു വാഹനങ്ങളുടേതാവാം എന്നതാണ് ഇന്ന് ലഭ്യമാവുന്നത്. മനാഫിന്റെ ലോറിയുടെ ലോഹഭാഗങ്ങൾ, അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ലോഹഭാഗങ്ങൾ ഒന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അത് ആകെ ലഭിച്ചിരുന്നത് ഒരു ഹൈഡ്രോളിക് ജാക്കി മാത്രമാണ്. ഹൈഡ്രോളിക് ജാക്കിക്ക് ശേഷം വിവിധ ലോഹഭാഗങ്ങൾ ലഭിച്ചിരുന്നു. അതൊന്നും അർജുൻ ഓടിച്ച ലോറിയുടെ ലോഹഭാഗങ്ങളല്ല. എന്നാൽ ഇന്ന് ഈ ചില മരക്കഷ്ണങ്ങൾ മുകളിലേക്ക് വലിച്ചുയർത്തുന്ന സമയത്ത് അതിനോടൊപ്പം കണ്ടെത്തി. ആ കയർ മനാഫിന്റെ ലോറിയിൽ തടിക്കഷ്ണങ്ങൾ കയറ്റിയപ്പോൾ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ കൂടുതൽ പരിശോധനകളിൽ ആവശ്യമായ മനുഷ്യസാധ്യമായ പരിശോധനകൾ നടക്കുന്നു. മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുന്നു. പക്ഷേ ഈ മരക്കഷ്ണങ്ങളും മണ്ണും ഒക്കെ അതിനകത്ത് അടിഞ്ഞുകൂടിയത് കാരണം കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഡ്രഡ്ജിംഗ് മിഷൻ എത്തിയാൽ മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ ഡ്രഡ്ജിംഗ് മിഷൻ കർണാടകയിലെ അങ്കോലയിലാണ് ഇപ്പോൾ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയ ലോഹഭാഗം ഇപ്പോൾ കരയ്ക്കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അർജുൻ സഞ്ചരിച്ച ലോറിയുടേതാണോ എന്നിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്ന് ലോറി ഉടമ മനാഫും പ്രതികരിച്ചിട്ടുണ്ട്.